റഷീദിലേക്ക് പോകുമ്പോൾ റഷീദ, വലിയ രീതിയിലുള്ള നടപടികൾ കടപ്പിക്കുകയാണ് ഇന്ത്യ. നയതന്ത്ര ചാനലുകളെല്ലാം അടച്ചിരുന്നു, വ്യോമപാതയടക്കം അടയ്ക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചെനാബ് നദിയിലെ ബഗ്ലിഹാർ അണക്കെട്ടിൻ്റെ ഷട്ടർ വീണ്ടും ഉയർത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും. കൂടുതൽ വെള്ളം ഒഴുക്കിവിടുന്ന ഒരു അവസ്ഥയുണ്ട്. പ്രളയഭീതി ചെനാബ് നദിക്കരയിലെല്ലാം ഉണ്ടാകുന്നു. വിനീഷ, തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് വിലയിരുത്താവുന്നതാണ്. കാരണം നേരത്തെ തന്നെ ഈ സിന്ധു നദീ ജല കരാർ മരവിപ്പിച്ചതിന് പിന്നാലെ ഈ നദികളും അതോടൊപ്പം ഡാം കേന്ദ്രീകരിച്ചുകൊണ്ടും കർക്കശമായിട്ടുള്ള നടപടികളിലേക്ക് ഇന്ത്യ പോയിരുന്നു. പിന്നാലെ ഈ ചെനാബ് നദിയിലെയും അതോടൊപ്പം ബഗ്ലിഹാർ ഡാമുകളിലെയും ഷട്ടറുകൾ പൂർണ്ണമായും അടച്ചുകൊണ്ട് പാകിസ്ഥാനിലേക്ക് പോകുന്ന വെള്ളത്തിൽ വലിയ നിയന്ത്രണം ഇന്ത്യ ഏർപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും നിരന്തരമായിട്ടുള്ള പ്രകോപനം ഉയർന്നു വന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും ഷെല്ലാക്രമണവും അതോടൊപ്പം ഈ ഡ്രോൺ ആക്രമണവും ഒക്കെ തന്നെയും തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഈ പാകിസ്ഥാനെതിരെ കർശനമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഇന്ത്യ എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും നേരത്തെ അടച്ചിട്ടിരുന്ന ബഗ്ലിഹാർ ഡാമിൻ്റെ, ഈ ചെനാബ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന ബഗ്ലിഹാർ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നു. 2 ദിവസം മുമ്പ് ഇത്തരത്തിൽ ഈ ഷട്ടറുകൾ ചെറിയ രീതിയിൽ ഉയർത്തിയിരുന്നു. ഇപ്പോൾ 5 ഷട്ടറുകൾ തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ 3 ഷട്ടറുകളായിരുന്നു തുറന്നിരുന്നത്. ഇപ്പോൾ 5 ഷട്ടറുകൾ തുറന്നുകൊണ്ട് ക്രമാതീതമായിട്ടുള്ള വെള്ളം പാകിസ്ഥാനിൻ്റെ വിവിധ മേഖലകളിലേക്ക് ഒഴുക്കിവിടുകയാണ് ഇപ്പോൾ ഇന്ത്യ. അത്തരത്തിൽ വലിയ ഒരു പ്രത്യാഘാതങ്ങൾ നേരിടാൻ പോകുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് നിർണായകമാകുന്നത്. എന്തായാലും സലാൽ അടക്കമുള്ള നദികളിലെയും ഡാമുകളിലെയും ഷട്ടറുകൾ കഴിഞ്ഞ ദിവസം തുറന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബഗ്ലിഹാർ ഡാമിൻ്റെ 2 ഷട്ടറുകൾ കൂടി ഉയർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ക്രമാതീതമായി വെള്ളം പാകിസ്ഥാനിൻ്റെ താഴ്ന്ന മേഖലകളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ മേഖലകളിൽ ഇപ്പോൾ വെള്ളപ്പൊക്കത്തിനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. പാകിസ്ഥാനിലെ പ്രാദേശിക മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ചെയ്യുന്നുമുണ്ട്. എന്തായാലും പാകിസ്ഥാനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുകയാണ് ഇന്ത്യ ഈ ഘട്ടത്തിൽ എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. കാരണം നേരത്തെ തന്നെ ഈ എല്ലാ മേഖലയിലും ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. നയതന്ത്രപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കരാറുകൾ മരവിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇന്ത്യ കടന്നിരുന്നു. നേരത്തെ ഈ ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ട നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. വ്യോമപാത അടച്ചിരുന്നു. അതോടൊപ്പം മറ്റു നിയന്ത്രണങ്ങളൊക്കെ തന്നെയും കൊണ്ടുവന്നിരുന്നു. OTT പ്ലാറ്റ്ഫോമുകൾക്ക് പാകിസ്ഥാനിൽ നിന്ന് നിർമ്മിതമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള സിനിമകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇന്ത്യയിൽ സംപ്രേഷണം ചെയ്യാൻ പാടില്ല എന്ന തലത്തിലുള്ള എല്ലാവിധ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇന്ത്യക്കെതിരെ പ്രകോപനപരമായിട്ടുള്ള സമീപനങ്ങൾ നടത്തുന്ന പാകിസ്ഥാൻ്റെ എല്ലാ അക്കൗണ്ടുകളും, എക്സ് അക്കൗണ്ടുകളും അതോടൊപ്പം മറ്റു സാമൂഹിക മാധ്യമങ്ങളിലെ എല്ലാ അക്കൗണ്ടുകളും മരവിപ്പിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് ഇന്ത്യ കടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ചെനാബ് നദിയിലെ ബഗ്ലിഹാർ ഡാമിൻ്റെ ഷട്ടറുകൾ വീണ്ടും ഉയർത്തിക്കൊണ്ട് ഒരു നടപടി ഇന്ത്യ കടുപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ചെറിയ രീതിയിൽ ഈ ഡാമുകളിലെ ഷട്ടറുകൾ തുറന്നപ്പോൾ തന്നെ പാകിസ്ഥാൻ്റെ വിവിധ മേഖലകളിൽ, അതായത് താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെയും വെള്ളക്കെട്ടിൻ്റെ ഭീഷണി ഉണ്ടായിരുന്നു. വലിയ കൃഷിനാശവും അതോടൊപ്പം കന്നുകാലികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ ബഗ്ലിഹാർ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തിക്കൊണ്ട് ക്രമാതീതമായിട്ടുള്ള വെള്ളം പാകിസ്ഥാൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഒഴുകുകയാണ്. ഈ മേഖലകളിൽ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ള കാര്യമായി ഇന്ത്യക്കെതിരെയുള്ള പ്രകോപനങ്ങൾ കടുപ്പിക്കുകയാണ് ഈ ഘട്ടത്തിലും പാകിസ്ഥാന്റെ ഓപ്പറേഷനുകൾക്ക് പുതിയ പേര് വരുന്നു. ബുനിയാനുൽ മർസൂസ് എന്ന പേരിലാണ് ആക്രമണമെന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ മീഡിയകളെ ഉദ്ധരിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ പ്രകോപനപരമായ ആക്രമണങ്ങളെ അവർ വിശേഷിപ്പിക്കുന്നത്. എന്താണ്, ഏത് ഭാഷയിലാണ് ഈ വാക്ക് വരുന്നത്? അറബിയാണോ, ഉറുദു ആണോ? എന്താണ് ഇതിൻ്റെ അർത്ഥമാക്കുന്നത്? ഈ ഒരു വാക്കിലൂടെ, ബുനിയാനുൽ മർസൂസിലൂടെ പാകിസ്ഥാൻ അർത്ഥമാക്കുന്നത് എന്താണ്?
വിനീഷ്, തീർച്ചയായും ഈ പ്രകോപനങ്ങൾ തുടരുന്ന സാഹചര്യത്തിലും അല്ലെങ്കിൽ പാകിസ്ഥാന് കൃത്യമായിട്ടുള്ള തിരിച്ചടികൾ ലഭിക്കുന്ന സമയത്തും ഇന്ത്യക്കെതിരെ ഒരു കർശനമായിട്ടുള്ള നടപടികളിലേക്ക് പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ചില ദേശീയ മാധ്യമങ്ങളും അതോടൊപ്പം പാകിസ്ഥാനിൽ നിന്നുള്ള പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രധാനമായും ഇന്ത്യക്കെതിരെയുള്ള ഈ ഡ്രോൺ ആക്രമണത്തെ ദ ഡ്രോൺ എന്ന പേരിലും അതോടൊപ്പം മറ്റു സൈനിക ആക്രമണങ്ങളെ ഇപ്പോൾ ബുനിയാനുൽ മർസൂസ് എന്ന പേരിലുമാണ് അറിയപ്പെടുന്നതെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തകർക്കാൻ കഴിയാത്ത മതിൽ എന്ന ഉറുദു വാക്കാണ് ഇത് എന്നുള്ളതാണ് അൽ ജസീറ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്തരത്തിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കർശനമായിട്ടുള്ള ഒരു തിരിച്ചടി നൽകാൻ അല്ലെങ്കിൽ പ്രകോപനം തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ള കാര്യം. ഇപ്പോൾ എല്ലാ ദേശീയ മാധ്യമങ്ങളും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുന്നുണ്ട്. ബുനിയാനുൽ മർസൂസ് എന്ന ഉറുദു വാക്കിൽ നിന്നാണ് ഈ ഒരു പേരിട്ടിട്ടുള്ളത്. നേരത്തെ നമ്മൾ ഓപ്പറേഷൻ സിന്ധൂരയുമായി ബന്ധപ്പെട്ട പേരുകൾ നൽകിയതും പിന്നീട് അതിന് വലിയ സ്വീകാര്യത രാജ്യമെമ്പാടും അതോടൊപ്പം മറ്റു രാജ്യങ്ങളിൽ നിന്നും കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു പശ്ചാത്തലത്തിൽ ഒരു പ്രത്യേക പേര് നൽകിക്കൊണ്ട് ഇന്ത്യയെ തകർക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം പാകിസ്ഥാൻ്റെ സൈനിക മേധാവികൾ ഇപ്പോൾ യോഗം ചേരുകയും ചെയ്തിട്ടുണ്ട് എന്നും ഇപ്പോൾ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. പ്രധാനമായും എയർ സ്പേസുകൾ അടക്കം ഇന്ത്യ ആക്രമിച്ചിട്ടുണ്ട്. 4 എയർ സ്പേസുകൾ ഇന്ത്യ ആക്രമണം നടത്തിയിരിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നടപടി കടുപ്പിച്ച് ഇന്ത്യക്കെതിരെ മുന്നോട്ട് പോകണമെന്ന ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ സൈനിക വിഭാഗം എത്തിയിരിക്കുന്നത്. പ്രധാനമായും നേരത്തെ ഈ നേതാക്കളുമായൊക്കെ തന്നെയും ഇപ്പോൾ പ്രതിരോധ മന്ത്രി അടക്കമുള്ള ആളുകൾ, പാകിസ്ഥാനിലെ പ്രതിരോധ മന്ത്രി ഖാജ ഹാസിഫ് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ യോഗം ചേർന്നിരിക്കുകയാണ്. പ്രധാനമായും ഇന്ത്യക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ളത് തന്നെയായിരിക്കണം ഇപ്പോൾ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഈ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. അത്തരത്തിൽ ഓരോ പേര് നൽകിക്കൊണ്ടും ഇന്ത്യക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ തുടരുന്നു അല്ലെങ്കിൽ പ്രകോപനങ്ങൾ തുടരാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് പാകിസ്ഥാൻ എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഓരോ തിരിച്ചടികൾ ലഭിക്കുമ്പോഴും പാഠം പഠിക്കാതെ പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യക്ക് എതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ളതും ഏറെ നിർണായകമാണ്. എന്തായാലും ഇന്ത്യൻ സേന തന്നെയാണ് ഈ ഘട്ടത്തിൽ നിർണായകമാകുന്നത്. പാകിസ്ഥാന്റെ നിലപാടുകൾ, ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുന്ന ആക്രമണ സ്വഭാവ രീതി, നേരത്തെയൊക്കെ നമ്മൾ സംസാരിച്ചു വന്നത് അതാണ് വിഷ്ണു. കാരണം ഇന്ത്യക്ക് നേരെ ഉണ്ടാകുന്ന ഡ്രോൺ ആക്രമണങ്ങളുടെ സ്വഭാവം മാറുന്നു. ആ രീതിയിൽ വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾ ഇന്ത്യയിലെ അതിർത്തി പ്രദേശങ്ങൾ മാത്രമല്ല, ഗ്രാമപ്രദേശങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ അടക്കമുള്ള സ്ഥലത്തേക്ക്, പ്രദേശങ്ങളിലേക്ക് കനത്ത രീതിയിലുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ബഗ്ലിഹാർ ഡാമിൻ്റെ ഷട്ടർ ഉയർത്തി ഡാമിൽ നിന്നും കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. വിഷ്ണു, ഞാൻ പറഞ്ഞു വന്നത് പാകിസ്ഥാൻ്റെ നിലവിലുള്ള ആക്രമണ സ്വഭാവ രീതിയിൽ വന്ന മാറ്റം, സിർസി ലക്ഷ്യം വെച്ച് വന്ന ബാലിസ്റ്റിക് മിസൈൽ കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഇന്ത്യൻ സൈന്യം തകർത്തു എന്ന റിപ്പോർട്ട് വിഷ്ണു തന്നെ നൽകിയതാണ്. അപ്പോൾ അത്തരത്തിൽ ദില്ലിയെ ലക്ഷ്യം വെച്ചു വരെ ആക്രമണം നടത്താൻ പദ്ധതിയുണ്ടായിരുന്നു പാകിസ്ഥാന് എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. വിനിഷ, തീർച്ചയായിട്ടും ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചുകൊണ്ട് ഇത്തരത്തിൽ ദില്ലിയിലേക്ക് ആക്രമണം നടത്താനും പാകിസ്ഥാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അത്തരം പ്ലാനിങ്ങുകൾ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നതാണ് റിപ്പോർട്ടുകൾ പുറത്ത് വരുന്നത്. അതിൽ തന്നെ ദില്ലി ലക്ഷ്യം വെച്ച ഈ ഒരു മിസൈൽ ആക്രമണം നടത്താനായിരുന്നു പാകിസ്ഥാൻ ഒരു ശ്രമം നടത്തിയത്. അതിൽ റിപ്പോർട്ട് പുറത്തു വരുന്നത് ഫത്തേ 2 മിസൈലാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത് എന്നാണ്. എന്തായാലും അത് നിർവീര്യമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഹരിയാനയിലെ സിർസയിൽ വെച്ചാണ് ഇത്തരത്തിൽ ഈ ഒരു മിസൈൽ ഫത്തേ 2 എന്ന മിസൈൽ ഇന്ത്യ നിർവീര്യമാക്കിയത്, അതിനെ ശക്തമായി പ്രതിരോധിച്ചത് എന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതോടൊപ്പം 100-ലധികം ഡ്രോണുകളാണ് പാകിസ്ഥാൻ്റെ ഡ്രോണുകളാണ് ഇപ്പോൾ ഇന്ത്യ തകർത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സൈന്യം തന്നെ വ്യക്തമാക്കിയത് ഏകദേശം 300 മുതൽ 400 വരെ ഡ്രോണുകൾ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഉപയോഗിച്ചിരുന്നു. അതൊക്കെ തന്നെ
പ്രതിരോധിക്കാൻ നിർവീര്യമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഏകദേശം 100ഓളം ഡ്രോണുകൾ വീണ്ടും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തുന്നു. അതൊക്കെ തന്നെ നിർവീര്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് സൈന്യം വ്യക്തമാക്കുന്നത്. ഇതിനു പുറമെയാണ് പാകിസ്ഥാന് വലിയ തിരിച്ചടി ലഭിക്കുന്നൊരു സാഹചര്യം. അത് പാകിസ്ഥാൻ്റെ എയർ ബേസുകൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പ്രത്യാക്രമണം ഉണ്ടാകുന്നു. അതും പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട എയർ ബേസുകളിലേക്കാണ് ഇന്ത്യയുടെ പ്രത്യാക്രമണം ഉണ്ടാകുന്നത്. 4ഓളം എയർ ബേസുകൾ, അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നൂർഖാൻ എയർ ബേസ് ആണ്. അത് റാവൽപിണ്ടിയിലാണ് നൂർഖാൻ എയർ ബേസ് ഉള്ളത്. അതോടൊപ്പം തന്നെ റാഫിക്കി എയർ ബേസ്, സർക്കോട്ടിലുള്ള റാഫിക്കി എയർ ബേസ്, മുരീദ് എയർ ബേസ് ഉൾപ്പെടെയുള്ള എയർ ബേസുകളിലേക്കാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകുന്നത്. അതോടൊപ്പം പാകിസ്ഥാൻ്റെ പോസ്റ്റുകളും ലോഞ്ചിങ് പാഡുകളും തകർക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഡ്രോണുകൾ ഉൾപ്പെടെ ലോഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോഞ്ചിങ് പാഡുകളും അതോടൊപ്പം പാക് പോസ്റ്റുകളും തകർക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ലഭിക്കുന്ന സാഹചര്യമാണ്. അതോടൊപ്പമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നുണ്ട്. അവിടെ ഉന്നതതല യോഗങ്ങൾ ചേരുന്നുണ്ട്. പാക് പ്രധാനമന്ത്രി ഇപ്പോൾ സൈനിക ഉദ്യോഗസ്ഥരുടെയൊക്കെ തന്നെ യോഗം വിളിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെയുള്ള നീക്കങ്ങൾ ഏതൊക്കെ തലത്തിലായിരിക്കണം ഇനി മുന്നോട്ട് പോകുന്നത് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനെ സംബന്ധിച്ചിപ്പോൾ ഇന്ത്യക്കെതിരായിട്ടുള്ള നീക്കത്തിന് പുതിയ പേരൊക്കെ തന്നെ നൽകിക്കൊണ്ടാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത്. ഇന്നലെ പാകിസ്ഥാൻ്റെ ആക്രമണത്തിൻ്റെ സ്വഭാവം മാറുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകളും അതോടൊപ്പം തന്നെ മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണത്തിലേക്ക് പാകിസ്ഥാൻ കടന്നിരുന്നു. അപ്പോൾ ഇനി ഏതൊക്കെ തലത്തിലേക്ക് പോകും എന്നത് ഉൾപ്പെടെയാണ് പാകിസ്ഥാൻ അത് ഉൾപ്പെടെ ചർച്ച ചെയ്യാനുള്ള യോഗങ്ങളാണ് വിളിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയുടെ ഭാഗത്തുനിന്നും പാകിസ്ഥാൻ്റെ ഇത്തരം നീക്കങ്ങളെ, ഏത് തരത്തിലുള്ള നീക്കങ്ങളെയും ശക്തമായി പ്രതിരോധിക്കും. അതിന് വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഇന്ത്യ നൽകുന്നത്. വിനീഷ.